ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കുറച്ച് നാളെ ഞാൻ വിചാരിക്കുന്നു ഇൻഫോ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ പല ഫീൽഡിലുള്ള ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാനുള്ളതായിരുന്നു. ഞാൻ അങ്ങനെയാണ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്ന സാറിനെ കാണിച്ചു തന്നിട്ട് ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നതൊക്കെയാണ് പഠിച്ചു വരേണ്ടതെന്ന് പറഞ്ഞത്. ബികോം നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്ക് ഏകദേശം അതിലത്തെ ഒരു അക്കൗണ്ട്സ് ഏകദേശം ഒന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കൺഫ്യൂഷനായി, കാരണം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ ബികോമിന്. നമുക്ക് ഇത്രയും സെമസ്റ്റർ ഉണ്ട്, ഇതിൽ എന്തൊക്കെ കവർ ചെയ്യുന്നുള്ളത് എനിക്ക് കൺഫ്യൂസ്ഡായി. കാരണം അക്കൗണ്ട്സ് ഉണ്ടാവുള്ളൂ, എന്നാലും എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ ബികോം കഴിഞ്ഞതിന് ശേഷം 6 മാസം ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, PDCFA എന്ന് പറഞ്ഞിട്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടേഴ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള പക്ക നമ്മൾ ബികോമിന് പഠിച്ചാൽ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സിന് അത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിചാരിച്ച പോലൊന്നും പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരൊരുപാട് കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ. പക്ഷെ നമ്മളാണെങ്കിൽ അധികം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ UAE വന്നിട്ട് ഇപ്പോഴാണെങ്കിൽ എനിക്ക് അത്ര ഇൻ്റർവ്യൂ ടെൻഷനില്ല, കാരണം ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ നാട്ടിൽ എനിക്കങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ സെയിം ഫീൽഡിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പല ഫീൽഡിലും ഞാൻ മാർക്കറ്റിങ്ങിലും ഇതിലൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കമൻറ്റ് എനിക്ക് വന്നു, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇടാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്ലൈ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് ഞാൻ എന്തായാലും ഇതിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓരോ കമൻറ്റ് കാണുമ്പോൾ പിന്നെ അതിനനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോയിട്ട് എനിക്ക് സമയം ഞാനിതിന് വേണ്ടി മാറ്റി വെച്ചിരുന്നില്ല. അതാണ് കാര്യം. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചത് മാത്രമല്ലാതെ പലരോടും പല രീതിക്കായിരിക്കുമല്ലോ ചോദിക്കുക. ഇവരുടെ ഇൻ്റർവ്യൂവറിനെ ബേസ് ചെയ്തിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പിന്നെയും ഇപ്പോഴും ഇൻഫോപാക്കിൽ വേറെ കമ്പനി മാറി പോയിട്ടുണ്ട്. അതായത് അതിനുശേഷം അവർ കോൺവെന്റിലൊക്കെ പോയി വർക്ക് ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും എന്നെക്കാളും നോളജ് ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിൽ നിന്നും ഞാൻ കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനിയും എനിക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ കുറച്ച് അറിവ് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെ താഴെ നോക്കുന്നതിൻ്റെ കാരണം ഇവിടെ ഒരു ബുക്ക് ഉണ്ട്, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇതിലിരിക്കുന്നത്. പിന്നെ ഈ ബുക്കിൽ ഞാൻ കുറച്ച് ഇവിടെ UAE വന്ന സമയത്ത് അക്കൗണ്ട്സ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ ഈ ബുക്കിൽ വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് മാത്രമല്ല, ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്ത രീതി വെച്ചിട്ട് അതിനേക്കാളും കുറച്ചധികം കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ ഗൂഗിൾ നോക്കിയിട്ടും യൂട്യൂബ് നോക്കിയിട്ടും മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ടൊക്കെ പഠിച്ച് എഴുതി വെച്ചിട്ട് ഈ ബുക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെയും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റായിട്ട് പേടിക്കാതെ വിൽക്കാതെ വിറയ്ക്കാതൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ആ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടുള്ളൊരു പക്ക ഒരാളായി മാറിയിരിക്കുകയാണ്. കാരണം ഞാൻ UAE വന്നിട്ട് കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും പോയിട്ട് ചെറപടയെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അഹങ്കാരമല്ല കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞതാണ്. അതുകൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവരും മസ്റ്റായിട്ട് എടുത്ത് വയ്ക്കുക, നല്ല രീതിയിൽ പറഞ്ഞു വയ്ക്കുക. എനിക്കൊക്കെ ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഭയങ്കര ഒരു വിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്, കുറച്ചൊന്നല്ല. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ജോബ് ഹണ്ടിങ് ഉണ്ടല്ലോ എനിക്കിവിടെ. അതുകൊണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് അവർ ചോദിക്കും. നമ്മളെ സെൽഫ് ഇൻട്രോയിൽ പറയും, നമ്മൾ ഇത്ര സമയം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഇന്റേൺഷിപ്പ് ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ കേട്ടോ. അങ്ങനെ അവർ ചോദിക്കും, അപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ എന്തായിരുന്നു അവിടെ ചെയ്ത വർക്ക് എന്നാണ് മെയിനായിട്ട് ചോദിക്കാം.
അപ്പോൾ അത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് നമ്മളവിടെ ചെയ്തെന്നുള്ളത് എന്തായാലും മര്യാദ രീതിയിൽ പഠിച്ചിരിക്കണം. അതിൽ തന്നെ കുറച്ച് സമയം പോവും. ആദ്യം ഇൻട്രോ പറയും, പിന്നെ അവിടെ എന്താണ് ചെയ്തതെന്ന് അവർ നമ്മളെ സി വിനെ നോക്കിയിട്ട് പറയും, അവിടെ എന്താണ് ചെയ്തതെന്ന് പറയും. പിന്നെ സി വി നോക്കിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചോദിക്കും, അല്ലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കേണ്ടത് അവരെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, രണ്ടാമത് കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള എന്ത് വർക്കാണ് ചെയ്തതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് പറയും. പിന്നെ അവർക്ക് അതിലും ഡൗട്ട് വരുമ്പോൾ അവർ അതിൽ നിന്നും ഡൗട്ട് ചോദിക്കുന്നുണ്ടോ, അത് അങ്ങനെ അതെന്തിങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ വെരിഫിക്കേഷൻ ചെയ്ത സമയത്ത് ഇൻവോയ്സ് വെരിഫൈ ചെയ്യലാണോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഇൻവോയ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവോയ്സ് നിങ്ങൾക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ കുറേ അവർക്ക് അറിയില്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ. അപ്പം ഞാൻ പറയും ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, അപ്പോൾ വെണ്ടർ ആരൊക്കെയായിരുന്നു, എവിടെ നിന്നാണ് അത് വന്നിരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ഇവിടെ UAE ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കേട്ടോ. അപ്പോൾ അടുത്തത് ഇത് രണ്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ഞാൻ അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ലേ, സോറി. അടുത്ത മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ, ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും, നിങ്ങളല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഭയങ്കര മുഖ്യമ്പിക്കലേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചേ ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് 2-3 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാണ്ടായപ്പോൾ അവർ പറഞ്ഞു താൻ എന്തൊക്കെ പിന്നെ പ്രിപ്പയർ ചെയ്ത് വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗോൾഡൻ റൂൾസിൻ്റെ പേര് പറഞ്ഞപ്പോഴാണെന്ന് അവർ പറഞ്ഞത്, അതൊന്ന് പറയാം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അതെനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ഞാൻ വലിച്ചു നീട്ടാണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് പറയാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അവർ ബേസിക് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് ചോദിക്കും. അത് ചിലപ്പോൾ സിറ്റുവേഷൻ തന്നിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടായിരിക്കും അവരിങ്ങനെ ചോദിക്കുക. വെറുതെ ഒരു ജേർണൽ എൻട്രീസ് പറയുമെന്ന് പറയില്ല. നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഒരു ഓർഡറിലാണ് ജേർണൽ എൻട്രീസ് ഞാനൊക്കെ പഠിച്ചിരുന്നത് കേട്ടോ. ഇങ്ങനെ അതിങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നരേറ്റ് ചെയ്തിട്ട്. പക്ഷേ ഇവർ ചോദിക്കുക അങ്ങനെയൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എൻട്രി പറയും, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക. നമ്മളത് പറയാനായിട്ട് നമുക്ക് പറ്റണം ആ സമയത്ത് കേട്ടോ. അത് കുറച്ച് നമുക്ക് ടഫായിരിക്കും. എനിക്ക് ടഫായിരുന്നു, ടഫല്ലാത്ത ആൾക്കാരുണ്ട്, ചട്ടപ്പടായിരുന്നു ഉത്തരം പറയുന്ന ഒരുപാട് കാര്യം എനിക്കറിയാം കേട്ടോ. പക്ഷെ എനിക്ക് ടഫായിരുന്നു. എൻ്റെ അടുത്ത് എല്ലാ എൻട്രീസും ചോദിച്ചപ്പോൾ ഡിപ്രീസിയേഷനൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് പഠിച്ച് സെറ്റായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്തത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ആ ബാങ്ക് റീകൺസിലേഷൻ എന്താണെന്ന് അവർ ചോദിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കാൻ എന്നോട് ചോദിച്ചൊരു സംഭവമാണ് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ. നെക്സ്റ്റ് വൺ വന്നിട്ട് പിന്നെ പ്രിൻസിപ്പിൾസ്, റൂൾസ്, കൺസെപ്റ്റ്സ് അതൊക്കെ ചോദിക്കും. അതൊക്കെ എളുപ്പമാണ്, നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കി വെക്കില്ലേ, ആ കൂട്ടത്തിൽ അതൊക്കെ നോക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണ് കൺസെപ്റ്റ്, എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ ചോദിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിക്റ്റീഷ്യസ് അസറ്റ് ഇല്ലേ, അങ്ങനത്തെ അസറ്റ് എത്രയൊക്കെ ടൈപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ വേറൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓരോരുത്തർ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ളത്. ഞാൻ കുറേ പേരൊന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ എല്ലാം ഇൻ്റർവ്യൂവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാർ ഒന്നും ചോദിക്കില്ല, പ്രീവിയസ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് വിടും. ചിലവർ പല കാര്യങ്ങളും ചോദിക്കും കേട്ടോ. കോൺവെൻറ്റിലൊക്കെ കുറേ ചോദിച്ചിട്ട് ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം പറയാനായിട്ടുള്ളതും, ഇപ്പോൾ സാപ്പിൽ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ സാപ്പിൻ്റെ ടീ കോഴ്സ് ചോദിക്കും കേട്ടോ. സാപ്പിന് കുറച്ച് ടീ കോഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചോദിക്കും. പിന്നെ അതുപോലെ പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് അറിയാനായിട്ടാണ് ഈ ടീ കോഴ്സ് കൂടുതൽ ചോദിക്കുന്നത്. P2P റിലേറ്റഡ് ആയിട്ടുള്ള ടീ കോഴ്സ് ചോദിക്കും. നമ്മൾ വർക്ക് ചെയ്ത് P2P ഉള്ള ആ ഒരു സംഭവമായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഇൻവോയ്സ് റിലേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സിനെ കുറിച്ച് ചോദിക്കും. ഒരു ഇൻവോയ്സിൽ എന്തൊക്കെ കാണും, ഇൻവോയ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. ബേസിക്കായി നമ്മൾ ഇൻവോയ്സ് കാണുമല്ലോ, അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. UAE എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്, പക്ഷെ പറയാൻ പറ്റില്ല, അങ്ങനെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ ഈ ടാലി യൂസ് ചെയ്ത ആളാണെങ്കിൽ ടാലിനെ കുറിച്ച് ചോദിക്കും. പിന്നെ ഇപ്പം SAP യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കും, അതിൻ്റെ ടീ കോഡ്സ് ചോദിക്കും, അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നതാണ്. എൻ്റെ അടുത്ത് ചോദിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനിനി കളക്ട് ചെയ്തെടുത്തിട്ട്
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. മെയിനായിട്ടുള്ള P2P എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അറിയില്ല പക്ഷെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇൻവോയ്സിനെ കുറിച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പേബിളിൻ്റെ വർക്ക് ചെയ്യണമെങ്കിൽ പേബിളിൻ്റെ ഫങ്ഷൻസ് എന്താണ്, പേബിൾ എന്താണെന്നൊക്കെ ചോദിക്കണം. അക്കൗണ്ട്സ് പേബിൾ ആണ്, അക്കൗണ്ട്സ് റിസീവബിൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതെന്താണെന്നൊക്കെ ചോദിക്കാനുള്ള, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ് അതെന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ചോദിക്കും. ഇങ്ങനെ കുറച്ച് ആണ് ഉള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ഞാൻ നിങ്ങളടുത്ത് എന്താ പറയുക, വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, അക്കൗണ്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിനും ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ചോദിക്കും. പിന്നെ അതുപോലെ അക്കൗണ്ടിങ്ങിനും ബുക്ക് കീപ്പിങ്ങിനും ഡിഫറൻസ്, അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പണ്ടേ ഉള്ളതല്ലേ പഠിക്കാനായിട്ട്, അതൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതിൽ ഇനിയും എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയാക്കുക ഇൻ്റർവ്യൂ. അപ്പോൾ ഞാനിത് കുറച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്തതാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു, ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുക, ഇൻ്റർവ്യൂ ഒക്കെ കിട്ടട്ടെ, നല്ല ജോലി കിട്ടട്ടെ, പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെയും എൻ്റെ ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരേക്കും ടാറ്റ.